എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, മെറിറ്റ് കോട്ട അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകൾ ജൂൺ 5-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. ജൂൺ 4-ാം തീയതി വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയം ചെക്ക് ചെയ്യാവുന്നതാണ്. ഒഫീഷ്യൽ ഡേറ്റ് പ്രകാരം ജൂൺ 5-ാം തീയതി ആണെങ്കിലും സാധാരണഗതിയിൽ തലേ ദിവസം തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു +1 ഈ ഒരു പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ കാണുന്നില്ലല്ലോ എന്നുള്ളതും, അതുപോലെ തന്നെ എന്താണ് പെർമനൻറ്റ് അഡ്മിഷൻ, അതുപോലെ തന്നെ എന്താണ് ടെമ്പററി അഡ്മിഷൻ എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ കാണാത്തതിന് കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരം കഴിഞ്ഞതുകൊണ്ടാണ് ആ ഒരു ലിങ്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലിങ്ക് അവിടെ വീണ്ടും വരുന്നതായിരിക്കും. കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ്, കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞുകൊണ്ടുള്ള 3 ലിങ്കുകളും ഈ ഒരു പേജിൽ വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എന്താണ് ടെമ്പററി അഡ്മിഷൻ, അതുപോലെ തന്നെ എന്താണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 1 മുതൽ, അതായത് ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു 10 ഓപ്ഷൻസ് ആണ് വെച്ചിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു 10 ഓപ്ഷൻസ് വെച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 5-ാമത്തെ ഓപ്ഷനായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക്, അതായത് ആ ഒരു ഓപ്ഷൻ ഏത് സ്കൂളിലാണോ വെച്ചിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാം. കാരണം ടെമ്പററി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 5-ാമത്തെ ഓപ്ഷന് മുകളിൽ 1 തൊട്ട് 4 വരെയുള്ള ഓപ്ഷൻസ് ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു ബാക്കിയുള്ള ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതായത് ടെമ്പററി അഡ്മിഷൻ നേടാം. അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ വേണമെങ്കിൽ നേടാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു കോഴ്സാണ് താല്പര്യം, ഇനി മറ്റൊരു കോഴ്സൊന്നും നിങ്ങൾ നോക്കുന്നില്ല എങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് 1-ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക. അതായത് 1-ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ പെർമനൻ്റ് ആയിട്ട് നേടേണ്ടതായിട്ട് ഉണ്ടാകും. കാരണം വിദ്യാർത്ഥികൾക്ക് 1-ാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ഏതൊരു ഓപ്ഷൻ കിട്ടിയാലും ടെമ്പററി അഡ്മിഷൻ നേടാനുള്ള അവസരമുണ്ട്. അതേസമയം 1-ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഇതിന് മുകളിലായിട്ട് മറ്റൊരു ഓപ്ഷൻ ഇതിന് മുകളിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു സ്കൂളിൽ 1-ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു കോഴ്സ് മാറ്റത്തിനും അതും നിങ്ങൾക്ക് സ്കൂളൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3rd ട്രാൻസ്ഫർ അല്ലെങ്കിൽ 2nd ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തായിരിക്കും വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1-ാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ഏതൊരു ഓപ്ഷൻ ലഭിച്ചാലും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ഓപ്ഷൻസൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതേസമയം നിങ്ങൾക്കൊരു 8-ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് 4-ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കുകയും, അതുപോലെ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും മാത്രമാണ് വേണ്ടാത്തതെങ്കിൽ അത് മാത്രം റിമൂവ് ചെയ്ത് കൊടുക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി എന്താണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്നുള്ളത് പറയാം. പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ്സും, അതായത് അപേക്ഷ നൽകിയപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുള്ളതിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ അപേക്ഷാ ഫീസും നൽകി നേടുന്ന അഡ്മിഷനാണ് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ അപേക്ഷയിൽ നൽകിയിട്ടുള്ള ആ ഒരു അപേക്ഷാ ഫീസ്, അതായത് ഈ ഒരു അപേക്ഷയിൽ നൽകിയുള്ള എല്ലാ ഡോക്യുമെൻസിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ്സുകളും
അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഇതൊക്കെ നൽകി ഇതിനോടൊപ്പം ഫീസ് കൂടി നൽകി സ്ഥിരമായിട്ട് എടുക്കുന്ന അഡ്മിഷനാണ് പെർമനൻറ്റ് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ടെമ്പററി ആണെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകുന്നുള്ളൂ. അതായത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണെങ്കിൽ ഈ ഒരു ഫീസ് കൂടി നൽകിയിട്ട് അഡ്മിഷൻ എടുക്കുന്നു. ടെമ്പററി ആണെങ്കിൽ പ്രത്യേകിച്ച് ഫീസൊന്നും നൽകേണ്ടതില്ല. നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് മാത്രം നൽകിയിട്ട് അഡ്മിഷൻ നേടിയാൽ മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ മാത്രമേ യൂണിഫോം വാങ്ങിക്കേണ്ടതുള്ളൂ. കാരണം പല വിദ്യാർത്ഥികളും ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു സമയം പോയിട്ട് യൂണിഫോം ഒക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പോൾ മറ്റൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഈ യൂണിഫോമിൻ്റെ അതായത് വെറുതെ അതിൻ്റെ പൈസ കളയലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ യൂണിഫോം വാങ്ങിച്ചാൽ മതി. കാരണം വെറുതെ മറ്റൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സ്കൂളിൽ നിന്നുള്ള യൂണിഫോം വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്താണ് പെർമനൻറ്റ് അഡ്മിഷൻ, അതുപോലെ എന്താണ് ടെമ്പററി അഡ്മിഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.